നമസ്കാരം. എല്ലാവർക്കും അക്ഷരജാലകത്തിലേക്ക് സ്വാഗതം. നമുക്ക് ഇന്ന് നോക്കാനുള്ളത് ബ്ലോക്ക് 1 അവസാനത്തെ യൂണിറ്റ്, അതായത് യൂണിറ്റ് 3, ഭാഷയും ആശയവിനിമയവും. അതാണ് ആ അധ്യായത്തിൻ്റെ പേര്. എൻ്റെ റൈറ്ററുടെ പേര് ഡോക്ടർ KM പ്രഭാകര വാര്യർ എന്നുള്ളതാണ്. അപ്പം ഓരോ ലേഖനങ്ങളും നിങ്ങൾക്ക് പഠിക്കാൻ തരുമ്പം അതിൻ്റെ പിന്നിൽ ഒരു ഉദ്ദേശവും ലക്ഷ്യവും ഉണ്ടായിരിക്കും. അപ്പം ഈ ഒരു അധ്യായത്തിൻ്റെ ഉദ്ദേശം എന്താണെങ്കിൽ നമ്മുടെ ആശയവിനിമയ രീതികളെ അടുത്ത് പരിചയപ്പെടുക എന്നുള്ളതും അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളെ അറിഞ്ഞിരിക്കുക എന്നുള്ളതൊക്കെയാണ് ഈ ഒരു ഭാഷയും ആശയവിനിമയം എന്നുള്ള ഈ ഒരു അധ്യായം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് ആദ്യം പറയേണ്ടത് ഇതിൻ്റെ റൈറ്ററെ കുറിച്ചിട്ടാണ്. അപ്പം ആരാണ് ഇതിൻ്റെ റൈറ്റർ? ഡോക്ടർ KM പ്രഭാകര വാര്യരാണ്. അപ്പം അദ്ദേഹത്തിനെ സംബന്ധിക്കുന്ന ഏറ്റവും പ്രധാന വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ഒരു ഭാഷാ സാഹിത്യ ഗവേഷകൻ ആണ് എന്നുള്ളതാണ്. അദ്ദേഹം കുട്ടികൾക്ക് വേണ്ടിയിട്ടും വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടൊക്കെ നിരവധി ഭാഷാശാസ്ത്ര സംബന്ധിയായിട്ടുള്ള കൃതികൾ രചിച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ ഈ ഭാഷാശാസ്ത്ര വിജ്ഞാനീയത്തിൻ്റെയൊക്കെ ഒരു ബേസ് അറിയാൻ വേണ്ടിയിട്ട്, പ്രാഥമികമായിട്ടുള്ള കാര്യങ്ങൾ തൊട്ടറിയാൻ വേണ്ടിയിട്ട് ഇദ്ദേഹത്തിൻ്റെ കൃതികളെയാണ് സാധാരണ റെഫറൻസിന് ഉപയോഗിക്കാറുള്ളത്. അപ്പം അദ്ദേഹം ഒരു ഭാഷാശാസ്ത്ര ഗവേഷകൻ മാത്രമല്ല, നല്ലൊരു അധ്യാപകൻ കൂടിയാണ്. അദ്ദേഹത്തിന് നിരവധി അംഗീകാരങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇനി അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള നിരവധി കൃതികളുണ്ട്. അതിനകത്ത് പ്രശസ്തമായിട്ടുള്ള കുറച്ച് കൃതികൾ നമുക്ക് അറിഞ്ഞിരിക്കാം. ആധുനിക ഭാഷാശാസ്ത്രം, മൊഴിയും പൊരുളും, പൂർവ്വ കേരള ഭാഷ, മൊഴിവഴികൾ, ഭാഷാ സാഹിത്യ വിമർശനം എന്നിങ്ങനെ നിരവധി കൃതികൾ അദ്ദേഹത്തിൻ്റെതായിട്ടുണ്ട്. അപ്പം ഈ ഒരു അധ്യായം എന്ന് പറഞ്ഞാൽ കാര്യം ചെറിയ അധ്യായമാണ്. ഇങ്ങനെയാണ് ആശയവിനിമയം നടക്കുന്നത് എന്നുള്ള അതിൻ്റെ സാങ്കേതികതകളും കാര്യങ്ങളൊക്കെ പറയുന്നത്. പക്ഷേ അത് നമ്മളൊന്ന് ഒരു അടുക്കും ചിട്ടയിലൊക്കെ ഒന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് കൂടുതൽ എളുപ്പത്തിൽ മനസ്സിലാവും. അപ്പം ഞാനതിനെ ഒരു 5 ടൈറ്റിലിൻ്റെ അണ്ടറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. 7 തലക്കെട്ടിൻ്റെ അണ്ടറിൽ കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ നമുക്കതിനൊന്ന് ഓർഡർ ആക്കിയിട്ട് പഠിക്കാം. അപ്പോൾ ആദ്യം പറയുന്ന ടൈറ്റിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യഭാഷയുടെ സവിശേഷതകൾ അല്ലെങ്കിൽ സങ്കീർണതകൾ എന്ന ടൈറ്റിലാണ്. രണ്ടാമതായിട്ട് പറയുന്നത് ആശയവിനിമയ പ്രക്രിയയിലെ ഘടകങ്ങൾ ഏതൊക്കെയാണെന്നാണ്. മൂന്നാമതായിട്ട് പറയുന്നത് ലിഖിത സമ്പ്രദായത്തിൽ എന്ന് പറഞ്ഞാൽ എഴുത്തിൽ എങ്ങനെയാണ് ആശയവിനിമയം നടക്കുന്നത് എന്നതാണ്. അടുത്തതായിട്ട് പറയുന്നത് ഈ ആശയവിനിമയം നടക്കുന്ന സംവിധാനം, ആശയവിനിമയം എന്ന് പറയുന്ന സംവിധാനം എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ്. അടുത്തതായിട്ട് പറയുന്നത് ഈ സംഭാഷണത്തിനും ലേഖനത്തിനും പുറമെ വേറെ ഏതൊക്കെയാണ് ആശയവിനിമയ രീതികൾ ഉള്ളത് എന്നതാണ്. പിന്നീട് പറയുന്നത് വൃത്താന്ത പഠന സിദ്ധാന്തത്തെക്കുറിച്ചും അതിൻ്റെ രീതികളെക്കുറിച്ചുമൊക്കെയാണ്. ഇത്രയാണ് അതിൻ്റെ ഈ ഒരു അധ്യായത്തിൽ 7 സബ് ഹെഡിങ്സ് ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഇത് ഇങ്ങനെ ഒരു വർഗീകരണമൊന്നും നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിൽ നോക്കിയാൽ കാണില്ല. ആ ടെക്സ്റ്റ് ബുക്കിൽ നമ്മൾ പലയിടത്തായിട്ട് കിടക്കുന്ന കാര്യങ്ങളെ ഒരുമിച്ചെടുത്ത് ക്രോഡീകരിച്ച് ഒരു ടൈറ്റിലിൻ്റെ അണ്ടറിൽ കൊണ്ടുവരണമെന്നേ ഉള്ളൂ. അത് നമ്മൾ ക്യാപ്സ്യൂളാക്കി പഠിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യണതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വിഷയത്തിലോട്ട് കിടക്കാം. ആദ്യമായിട്ട് എന്താണ് ആശയവിനിമയം എന്ന് നോക്കാം. അപ്പം നമുക്കറിയാം ആശയവിനിമയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന്. 2 പേര് തമ്മിൽ നടക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷനെയാണ് ആശയവിനിമയം എന്ന് പറയുക, അല്ലേ? പക്ഷേ അതൊരു ഡെഫിനിഷനായിട്ട് എഴുതിയാലാണ് നമുക്ക് എക്സാമിന് മാർക്ക് കിട്ടുള്ളൂ. അപ്പം നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ആശയവിനിമയത്തിന് തരുന്ന ഡെഫിനിഷൻ എന്താണെങ്കിൽ, സാമൂഹ്യ ജീവിതത്തിൻ്റെ കെട്ടുറപ്പിനും പരസ്പര ബന്ധത്തിനും നിദാനമായി പ്രവർത്തിക്കുന്ന പ്രതിഭാസങ്ങളിൽ ഏറ്റവും പ്രധാനമായതാണ് ആശയവിനിമയം. അതായത് നമ്മൾ സാമൂഹ്യ ജീവിയാണ് മനുഷ്യൻ, അല്ലേ? അപ്പോൾ പരസ്പര ബന്ധത്തിൽ കൂടെ മാത്രമാണ് ഒരു സാമൂഹ്യ ജീവിക്ക് ഈ ലോകത്ത് ജീവിക്കാനായിട്ട് പറ്റുള്ളൂ.
അപ്പം അതിൻ്റെ ഒരു കെട്ടുറപ്പിന് വേണ്ടിയിട്ട് ഒരുപാട് കാര്യങ്ങൾ വേണം. മനുഷ്യന്മാർ തമ്മിലുള്ള സഹവർത്തിത്വം വേണം, സ്നേഹം വേണം, ഐക്യം വേണം. അപ്പം ആ കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ് ആശയവിനിമയം എന്നാണ് ഇവിടെ ആശയവിനിമയത്തിന് കൊടുക്കുന്ന ഡെഫിനിഷൻ. അപ്പോൾ മനുഷ്യനൊരു സാമൂഹ്യജീവിയാണ്. ആ സാമൂഹ്യജീവിയുടെ കെട്ടുറപ്പുള്ള ബന്ധങ്ങൾക്ക് ആവശ്യം വേണ്ട ഗുണങ്ങളിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായതാണ് ആശയവിനിമയം എന്നാണ് ഇവിടെ പറയുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് ആശയവിനിമയത്തിന് വേണ്ട 2 ഘടകങ്ങളെ കുറിച്ചിട്ടാണ്. ഈ 2 ഘടകങ്ങളാണ് അതിൻ്റെ അടിസ്ഥാനം. അതുണ്ടെങ്കിലേ ആശയവിനിമയം മുന്നോട്ട് പോവുള്ളൂ. അതാരായിരിക്കും? 2 പേര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾ സംസാരിക്കും, മറ്റാൾ കേൾവിക്കാരനായിരിക്കും. തിരിച്ച് വീണ്ടും മറ്റാൾ സംസാരിക്കുമ്പം ആദ്യത്തെ ആൾ കേൾവിക്കാരനായിരിക്കും, അല്ലേ? അപ്പം ഇതിനെ ഒരു സാങ്കേതിക ഭാഷയിൽ പറയുന്നത് ഉത്ഭവസ്ഥാനം പിന്നെ എത്തിച്ചേരേണ്ട സ്ഥാനം എന്നാണ്. അപ്പോൾ ആശയവിനിമയത്തിൻ്റെ 2 ഘടകങ്ങളാണ് ഉത്ഭവസ്ഥാനവും എത്തിച്ചേരേണ്ട സ്ഥാനവും. എന്ന് പറഞ്ഞാൽ ഒരു സെൻഡറും ഉണ്ടായിരിക്കും, ഒരു റിസീവറും ഉണ്ടായിരിക്കും. ഇനി നമ്മൾ ഈ ഭാഷണ പ്രക്രിയയിൽ എന്ന് പറഞ്ഞാൽ സംസാരത്തിൽ ഉത്ഭവസ്ഥാനം ആണ് അതിൻ്റെ സെൻറ്റർ എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ എത്തിച്ചേരേണ്ട സ്ഥാനം, അതിനെയാണ് അതിൻ്റെ പ്രാപ്യസ്ഥാനം എന്ന് പറയുന്നത്. അപ്പം ഉത്ഭവസ്ഥാനവും പ്രാപ്യസ്ഥാനവും ഈ 2 സ്ഥാനങ്ങളാണ് ആശയവിനിമയത്തിൻ്റെ അടിസ്ഥാനമായിട്ടുള്ള യൂണിറ്റ് അല്ലെങ്കിൽ ഘടകങ്ങൾ എന്ന് പറയുന്നത്. ഇനി അടുത്തത് ഈ ഉത്ഭവസ്ഥാനം പ്രാപ്യസ്ഥാനം മാത്രം ഉണ്ടായതുകൊണ്ട് നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ പ്രോപ്പറായിട്ട് നടക്കാൻ പറ്റുമോ? പറ്റില്ല. ഇതിൻ്റെ ഇടയിൽ ഒരു മീഡിയം വേണം. മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാധ്യമം വേണം. ഇപ്പം അതൊരു നാച്ചുറൽ ആയിട്ടുള്ള മാധ്യമമാകാം, ഇല്ലെങ്കിൽ കൃത്രിമമായിട്ടുള്ള മാധ്യമമാകാം. ഇപ്പോൾ നാച്ചുറൽ ആയിട്ടുള്ള മാധ്യമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അടുത്തടുത്ത് 2 പേരിൽ നിന്ന് സംസാരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ വരുന്ന മാധ്യമം എന്ന് പറയുന്നത് അന്തരീക്ഷവായു, എയറാണ് അതിൻ്റെ ഇടയിൽ വരുന്ന മാധ്യമം. ഇനിയിപ്പം കൃത്രിമമായിട്ടുള്ള മാധ്യമം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ സംഭാഷണം 2 പേർ അടുത്തടുത്ത് നിന്നിട്ട് തന്നെ ആവണം നിർബന്ധമില്ലല്ലോ. നമുക്ക് ഫോണിൽ കൂടെ സംസാരിച്ചൂടെ? അപ്പോൾ അതിൻ്റെ ഇടയിലും മാധ്യമം നിർബന്ധമാണ്. അപ്പോൾ ഇലക്ട്രിക് വേവ്സ് ആവാം. അപ്പോൾ അത് മനുഷ്യന്മാർ കൃത്രിമമായിട്ടുണ്ടാക്കുന്ന ആർട്ടിഫിഷ്യലായിട്ടുണ്ടാക്കുന്ന മാധ്യമങ്ങളുമാകാം. അപ്പോൾ അതെന്തോ ആയിക്കോട്ടെ, സ്വാഭാവികമായത്, അതായത് നാച്ചുറൽ ആയിക്കോട്ടെ, കൃത്രിമമായിക്കോട്ടെ, ഈ പറയുന്ന മാധ്യമത്തിന് പറയുന്ന പേരാണ് സഞ്ചാരപഥം എന്നുള്ളത്. അപ്പം ആശയവിനിമയത്തിൻ്റെ 3 ഘടകങ്ങൾ നമുക്ക് കിട്ടിക്കഴിഞ്ഞു. ഉത്ഭവസ്ഥാനം, പ്രാപ്യസ്ഥാനം, അതിൻ്റെ ഇടയിൽ ഒരു സഞ്ചാരപഥം. ഇനി അടുത്ത ഘട്ടം എന്താണെങ്കിൽ ഈ 3 പേരുണ്ടായതുകൊണ്ടും നമുക്ക് ഒരു കമ്മ്യൂണിക്കേഷൻ പൂർത്തീകരിക്കാനായിട്ട് പറ്റില്ല. അതിൻ്റെ ഇടയിൽ നമ്മൾ നമ്മുടെ ഈ ആശയത്തിനെ നേരെ അങ്ങോട്ട് മാധ്യമത്തിൽ കൂടെ കടത്തിവിടാനായിട്ട് പറ്റില്ല. അതിന് രൂപമാറ്റം വരുത്തേണ്ട ആവശ്യമുണ്ട്. അങ്ങനെ രൂപമാറ്റം വരുത്തുന്നതിനെയാണ് സങ്കേതനം എന്ന് പറയുന്നത്. അങ്ങനെ സങ്കേതനം ചെയ്യുന്ന ഘടകത്തെ, അതിനുപയോഗിക്കുന്ന ടൂളിനെയാണ് പ്രേക്ഷകം എന്ന് പറയുന്നത്. അപ്പം ഈ സാങ്കേതിക പദങ്ങളൊക്കെ കേൾക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടായെന്ന് വരാം. സങ്കേതനം, പ്രേക്ഷകം എന്നൊക്കെ പറയുമ്പം ഒരു ബുദ്ധിമുട്ടുണ്ടായെന്ന് വരാം. കാര്യം അത് നമ്മൾ ബൈഹാർട്ട് ചെയ്തേ പറ്റുള്ളൂ. ഈ 2 വാക്കുകൾ നമ്മൾ ബൈഹാർട്ട് ചെയ്ത് തന്നെ പറ്റുള്ളൂ. പക്ഷേ ഇതിനെ കുറച്ചും കൂടെ ഒന്ന് സിമ്പിളായിട്ട് പറയാനാണെങ്കിൽ നിങ്ങൾക്ക് കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഒക്കെ കുറേയൊക്കെ മനസ്സിലാവുന്നുണ്ടാവും അല്ലേ? അപ്പോൾ ഈ കമ്പ്യൂട്ടറിനകത്ത് തന്നെ എൻകോഡിങ്, ഡീകോഡിങ് എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഈ കമ്പ്യൂട്ടറിനകത്ത് വരുന്ന ഡാറ്റാസിനെ അതേ ഫോമിലല്ല അവർ അത് സ്റ്റോർ ചെയ്യണതോ ട്രാൻസ്മിഷൻ ചെയ്യണതോ ഒന്നും അതേ രൂപത്തിലല്ല. അത് ഡാറ്റാസിനെ അത് എൻകോഡിങ് ചെയ്തിട്ടാണ് അത് സൂക്ഷിക്കുക. അത് കഴിഞ്ഞിട്ട് അതിൻ്റെ പഴയ രൂപത്തിലോട്ട് മാറ്റുമ്പോഴാണ് അതിനെ നമുക്ക് അതിൻ്റെ പൂർവ്വരൂപമായിട്ടുള്ള ഡാറ്റയായിട്ട് കാണാൻ പറ്റുള്ളൂ. അങ്ങനെ പൂർവ്വരൂപത്തിലോട്ട് മാറ്റുന്ന പ്രക്രിയയ്ക്കാണ് ഡീകോഡിംഗ് എന്ന് പറയുന്നതും അതിനുള്ള ടൂളിനെയാണ് നമ്മൾ ഡീകോഡർ എന്ന് പറയുന്നതും. അപ്പം അതേപോലെ തന്നെയാണ് ഇവിടെ നമുക്ക് സംഭാഷണത്തിലും ആശയവിനിമയത്തിലും വരുന്നത്. നമ്മൾ ഈ ഉപയോഗിക്കുന്ന എൻകോഡിങ്ങിനെയാണ് നമ്മൾ സങ്കേതനം എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു ആശയത്തിന് അതിൻ്റെ രൂപഭേദം വരുത്തുന്ന പ്രക്രിയനെയാണ് സങ്കേതനം എന്ന് പറയുന്നത്. ഇനി ആ സങ്കേതനം ചെയ്യാൻ ഉപയോഗിക്കുന്ന അതിൻ്റെ ഘടകത്തിനെയാണ്, അതായത് എൻകോഡറിനെയാണ് പ്രേക്ഷകം എന്ന് പറയുന്നത്.
അപ്പോൾ അപ്പോൾ അടുത്ത പ്രക്രിയ എന്താണ്? ഒരു സന്ദേശമുണ്ട്. ആ സന്ദേശത്തിനെ നമ്മൾ സങ്കേതനം ചെയ്തു കഴിഞ്ഞു. സങ്കേതനം ചെയ്തു കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്താണ്? അതിനെ മാധ്യമത്തിൽ കൂടെ നമുക്ക് കടത്തിവിടാം. ഇനി മാധ്യമത്തിൽ കൂടെ വിടണത് എങ്ങോട്ടാണ്? ഒരു റിസീവറിന്റെ അടുത്തോട്ടാണ്. അപ്പൊ ഈ റിസീവറിന് ചുമ്മാ